നമസ്കാരം. പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ യാത്രക്കാർ നേരിടുന്ന കടുത്ത ചൂഷണവും നിയമലംഘനങ്ങളും തുറന്നുകാട്ടി കോഴിക്കോട്ടെ അഭിഭാഷകനായ ഹിബത്തുള്ള മാവൂർ. അനധികൃതമായി സർവീസ് റോഡുകൾ അടച്ചിടുകയും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടോൾ പിരിവ് നടത്തുകയും ചെയ്യുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതിഷേധിക്കുകയും പന്തീരങ്കാവ് പോലീസിലും കളക്ടറേറ്റിലും പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. പന്തീരങ്കാവിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലെയുള്ള ഹൈലൈറ്റിലേക്കോ പാലാഴിയിലേക്കോ പോകേണ്ട യാത്രക്കാർക്ക് ടോൾ പ്ലാസ ഒഴിവാക്കി പോകാൻ സർവീസ് റോഡുകളില്ല. എനിക്ക് പന്തീരങ്കാവിൽ നിന്നും പാലാഴിയിലേക്ക് പോകാൻ 3 കിലോമീറ്ററേ വരുന്നുള്ളൂ. എനിക്ക് ഈ NH കയറേണ്ട ആവശ്യമില്ല. പക്ഷേ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റോഡേ അവിടെയില്ല. അവിടുന്ന് അങ്ങോട്ട് റിവറാണ്, റോഡ് പണിതിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 50 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നവർക്കുള്ള ടോൾ തുക വെറും 3 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്നതിൽ നിന്നും നിർബന്ധപൂർവ്വം ഈടാക്കുകയാണ് എന്നതാണ് പ്രധാന പ്രശ്നം. അതുപോലെ 100 മീറ്റർ മഞ്ഞവര നിയമവും ലംഘിക്കുന്നുണ്ട്. ടോൾ പ്ലാസകളിൽ മഞ്ഞവരയ്ക്ക് അപ്പുറത്തേക്ക് ഒരു 100 മീറ്ററിലധികം വാഹനങ്ങളുടെ നിര നീളുകയാണെങ്കിൽ ടോൾ ഈടാക്കാതെ വാഹനങ്ങൾ കടത്തിവിടണം എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിയമം. എന്നാൽ ഈ ചട്ടം അവിടെ പൂർണ്ണമായി ലംഘിക്കപ്പെടുകയാണ്. വൈകുന്നേരങ്ങൾ 100 മീറ്ററിനും അപ്പുറത്തേക്ക് വാഹനങ്ങളുടെ നീണ്ട ക്യൂ ഉണ്ടായിട്ടും ടോൾ ജീവനക്കാർ വണ്ടികൾ കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. അതേപോലെ തന്നെ വ്യാജ യൂണിഫോമും ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത ജീവനക്കാരും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ട്രാഫിക് പോലീസിന്റെ സമാനമായ വെള്ളവസ്ത്രം ധരിച്ച ട്രാഫിക് വാർഡൻ എന്ന പേരിൽ യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ആളുകളെ നിർത്തിയിരിക്കുന്നത്. പോലീസാണോ, ട്രാഫിക് പോലീസാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അല്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് പോലീസ് വകുപ്പും കോഴിക്കോട്ടെ കൂട്ടായ്മകളും ചേർന്നുള്ള ട്രാഫിക് വാർഡൻ സംവിധാനമാണെന്ന് മനസ്സിലാകുന്നത്. ആളുകളെ സഹായിക്കേണ്ട ഇവർ ടോൾ പ്ലാസക്കാരെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഹിബത്തുള്ള വ്യക്തമാക്കുന്നു. കൂടാതെ ടോൾ ജീവനക്കാർക്ക് കൃത്യമായ യൂണിഫോമോ നെയിം കാർഡോ ഐഡന്റിറ്റി കാർഡോ ഇല്ല. അതുപോലെ സൂപ്പർവൈസർമാരുടെ ഭീഷണിയും മോശം പെരുമാറ്റവും പ്രധാന പ്രശ്നമാണ്. ടോൾ പ്ലാസയിലെ സൂപ്പർവൈസർ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരും ഞാനാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ അക്രമ സ്വഭാവത്തോടെ പെരുമാറുകയായിരുന്നു. അവിടെ ഒരാൾക്ക് പോലും ഐഡന്റിറ്റി കാർഡില്ല. പക്കാ പിടിച്ചുപറിയാണെന്നും ഹിബത്തുള്ള പറയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യം ചെയ്യുന്ന യാത്രക്കാരെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഭയപ്പെടുത്താനും ഗുണ്ടാ സംഘത്തെ പോലെ വിരട്ടാനും ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട്. അധികാരികളുടെയും പോലീസിന്റെ നിഷ്ക്രിയത്വം തന്നെയാണ് ഇത്തരത്തിലുള്ള മാഫിയകൾ വളരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരൻ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വാഹനങ്ങൾ ഫ്രീ പാസേജിലൂടെ കടത്തിവിടാൻ നിർദ്ദേശിച്ചെങ്കിലും ടോൾ ജീവനക്കാർ പോലീസിന്റെ വാക്ക് പോലും കേൾക്കാൻ തയ്യാറായില്ല. 100 മീറ്റർ റൂൾ പറഞ്ഞ് പോലീസുകാരൻ ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടും ഇവർ കേൾക്കുന്നില്ല എന്നും ഹിബത്തുള്ള ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നിയമ നടപടികളും ആവശ്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. പന്തീരങ്കാവ് ടോൾ പ്ലാസയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും യാത്രക്കാരെ ചൂഷണം ചെയ്തതിനുമെതിരെ അഡ്വക്കേറ്റ് ഹിബത്തുള്ള പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് കളക്ടറേറ്റിലും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 14 MLA-മാരുള്ള കോഴിക്കോട് ജില്ലയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും നോക്കുകുത്തികളാകരുതെന്നും സാധാരണക്കാരെ ജനങ്ങളെ പച്ചയ്ക്ക് കൊള്ളടിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്.